എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സെക്കൻഡ് പാർട്ടാണ് ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കണ്ടത്. ഇനി നമുക്ക് കാണാനുള്ളത് 5 മാർക്ക് ക്വസ്റ്റ്യനും അതുപോലെ തന്നെ 10 മാർക്ക് ക്വസ്റ്റ്യനുമാണ്. 5 മാർക്കിൽ ചോദിച്ചാണ് മെമ്മറി ഹൈറാർക്കി, 5 ഔട്ട്പുട്ട് യൂണിറ്റ്സ്, ഒക്ടൽ നമ്പർ, പിന്നെ ഒരു ബൂളിയൻ എക്സ്പ്രഷന്റെ മിനിമൈസേഷൻ, ദെൻ അൽഗോരിതം ചെക്ക് വെദർ ദി എൻറ്റയർ നമ്പർ ഈസ് പ്രൈം ഓർ നോട്ട്, ദെൻ ഫീച്ചേഴ്സ് ഓഫ് HTML5, ദെൻ കീ കൺസെപ്റ്റ് ഇൻ CSS, ദെൻ എസ്സേക്ക് ചോദിച്ചാണ് HTML, XHTML, DHTML, HTTP, പിന്നെന്താണ് കാർൺ ഓഫ് മാപ്പ് ഉപയോഗിച്ചിട്ട് ബൂളിയൻ എക്സ്പ്രഷന്റെ സിംപ്ലിഫിക്കേഷനും. അപ്പൊ ഈ ഒരു എസ്സേ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ മാത്രമേ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് 10 മാർക്കാണ് കിട്ടുക. മെമ്മറി ഹൈറാർക്കി ആണെന്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. മെമ്മറി ഹൈറാർക്കി നമുക്കൊരു പിരമിഡിന്റെ സ്ട്രക്ചറിലാണ് കാണാൻ കഴിയുക. അത് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക, വിവിധ മെമ്മറികൾ തമ്മിലുള്ള ഡിഫറൻസസ് ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. മെമ്മറി ഹൈറാർക്കിയിൽ 5 ലെവൽസ് ഉള്ളത്. ലെവൽ 0 അല്ലെ CPU രജിസ്റ്റേഴ്സ്, ലെവൽ 1 ക്യാഷ് മെമ്മറി, ലെവൽ 2 മെയിൻ മെമ്മറി ഓർ പ്രൈമറി മെമ്മറി, ലെവൽ 3 മാഗ്നറ്റിക് ഡിസ്ക് ഓർ സെക്കൻഡറി മെമ്മറി, ലെവൽ 4 ഒപ്റ്റിക്കൽ ഡിസ്ക് ഓർ മാഗ്നറ്റിക് ടെർഷ്യറി മെമ്മറി. സോ ഫസ്റ്റ് ലെവൽ 0 അല്ലെ, അത് രജിസ്റ്റേഴ്സ് ആണ്. CPU-ന്റെ ഉള്ളിലാണ് എന്ത് ചെയ്യുക, രജിസ്റ്റർ മെമ്മറി ഉണ്ടാവുക. രജിസ്റ്റേഴ്സ് നല്ല എക്സ്പെൻസീവും അതുകൂടാതെ എന്താണ് വലിപ്പത്തിൽ ഏറ്റവും ചെറുതുമാണ്. ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക, രജിസ്റ്റേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്യുക. നെക്സ്റ്റ് ലെവൽ 1 അത് ക്യാഷ് മെമ്മറിയാണ്. CPU ഫ്രീക്വന്റ് ആയിട്ട് ആക്സസ് ചെയ്യുന്ന പ്രോഗ്രാമിന്റെ സെഗ്മെന്റ്സ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് ക്യാഷ് മെമ്മറി ഉപയോഗിച്ചിട്ടാണ്. ക്യാഷ് മെമ്മറിയും നല്ല എക്സ്പെൻസീവ് ആണ്. പിന്നെ എന്താണ്, ഇത് വലിപ്പത്തിൽ ചെറുതാണ്. സ്റ്റാറ്റിക് റാം ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യാം, ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ദെൻ ലെവൽ 2 പ്രൈമറി അല്ലെങ്കിൽ മെയിൻ മെമ്മറി. പ്രൈമറി മെമ്മറി അല്ലെങ്കിൽ ഡയറക്റ്റ് മെമ്മറി അല്ലെ, അത് CPU ആയിട്ടാണ് എന്ത് ചെയ്യുക, ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ക്യാഷ് മെമ്മറിയെ അപേക്ഷിച്ച് ഇതിന് കോസ്റ്റ് കുറവാണ്. അതേപോലെ തന്നെ എന്താണ്, ഇതിന്റെ സൈസ് കുറച്ച് വലുതാണ്. ഒരു ഡൈനാമിക് റാം ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക, പ്രൈമറി മെമ്മറി ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ലെവൽ 3 അതെന്താണ്, സെക്കൻഡറി സ്റ്റോറേജ് ആണ്. മാഗ്നറ്റിക് ഡിസ്ക് പോലത്തെ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസ് ഒക്കെ ലെവൽ 3 ഉണ്ടാവുക. ബാക്കപ്പ് സ്റ്റോറേജ് ആയിട്ടാണ് എന്ത് ചെയ്യാം, ഇവയെ യൂസ് ചെയ്യാറ്. മെയിൻ മെമ്മറിയേക്കാളും കുറച്ച് കോസ്റ്റ് കുറവാണ്, പക്ഷെ സൈസ് ലാർജർ ആണ്. ദെൻ ലെവൽ 4 അത് ടേർഷ്യറി സ്റ്റോറേജ് ആണ്. അപ്പോൾ മാഗ്നറ്റിക് ടേപ്പ് പോലത്തെ ടേർഷ്യറി സ്റ്റോറേജ് ഡിവൈസസ് ഒക്കെ കാണപ്പെടുന്നത് ലെവൽ 4 ഇവ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, റിമൂവബിൾ ഫയൽസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നത്. ഇവ ചീപ്പസ്റ്റും ലാർജർ ഇൻ സൈസും ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എനി 5 ഔട്ട്പുട്ട് യൂണിറ്റ്സ്. നമ്മളിപ്പോൾ ഇൻപുട്ട് യൂണിറ്റിന്റെയും ഔട്ട്പുട്ട് യൂണിറ്റിന്റെ ഒക്കെ വിശദമായ ക്ലാസ്സുകളൊക്കെ ചെയ്താണ്. നമ്മളെ പ്ലേലിസ്റ്റ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് മുഴുവൻ ക്ലാസ്സുകളും വിശദമായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ നമ്മളൊരു ബ്രീഫായിട്ട് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഫസ്റ്റ് വൺ മോണിറ്റർ അല്ലേ. കമ്പ്യൂട്ടറിന്റെ സ്ക്രീൻ അല്ലേ അല്ലെങ്കിൽ ഡിസ്പ്ലേ യൂണിറ്റിനാണ് എന്ത് മോണിറ്റർ എന്ന് പറയുന്നത്. പ്രോസസ് ചെയ്ത ഡാറ്റയെ അല്ലേ അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് ആയ ടെക്സ്റ്റ്, ഇമേജസ്, ഓഡിയോ, വീഡിയോ അല്ലേ തുടങ്ങിയവയെ ഡിസ്പ്ലേ ചെയ്യുന്ന മെയിൻ ഔട്ട്പുട്ട് യൂണിറ്റ് ആണെന്ത് മോണിറ്റർ. നെക്സ്റ്റ് ആണെന്ത് പ്രിന്റർ അല്ലേ. പ്രോസസ് ചെയ്ത ഡാറ്റയുടെ ഹാർഡ് കോപ്പി അല്ലേ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക പേപ്പർ കോപ്പീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് ഡിവൈസ് ആണെന്ത് പ്രിന്റർ. ഇത് ഉപയോഗിച്ച് ഇമേജ്, ടെക്സ്റ്റ് തുടങ്ങിയ ഇൻഫർമേഷൻസ് ഒക്കെ ഒരു പേപ്പറിലേക്ക് പ്രിന്റ് ചെയ്യാൻ കഴിയുന്നതാണ്. നെക്സ്റ്റ് എന്താണ് പ്രൊജക്ടർ അല്ലേ. ഒരു ബിഗ് സ്ക്രീൻ അല്ലെങ്കിൽ വാള് പോലത്തെ ലാർജ് സ്ക്രീനിൽ ഔട്ട്പുട്ട് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ് എന്ത് ശരിക്കും പ്രൊജക്ടർ. കമ്പ്യൂട്ടറും അതുപോലത്തെ സിമിലർ ഡിവൈസും വഴിയാണ് എന്ത് പ്രൊജക്ടറിലേക്ക് കണക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്പീക്കേഴ്സ് അല്ലേ. സൗണ്ടിന്റെ രൂപത്തിൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ് ശരിക്കും എന്ത് സ്പീക്കേഴ്സ്. സ്പീക്കർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ എന്ത് വേണം, സൗണ്ട് കാർഡ്സ് വേണം. നെക്സ്റ്റ് പ്ലോട്ടർ അല്ലേ. വെറൈറ്റി കളർ ഫോർമാറ്റില് ഹൈ ക്വാളിറ്റി ഗ്രാഫിക്സ് പ്രിന്റ് ചെയ്യുന്ന ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണെന്ത് പ്ലോട്ടർ. നമ്മളില്ലേ വലിയ വലിയ ഫ്ലക്സുകളൊക്കെ കണ്ടിട്ടില്ലേ, ആ ഫ്ലക്സുകളൊക്കെ അടിക്കാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് ആണെന്ത് പ്ലോട്ടർ.
ഒരു പ്രിന്റർ വർക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് എന്ത് ചെയ്യുക പ്ലോട്ടറും വർക്ക് ചെയ്യുക. കൂടാതെ ഇതിന് കുറച്ച് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സും ഉണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണെന്ത് ഒക്ടൽ നമ്പർ. ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ 8 സിമ്പിൾസ് ആണ് ഉണ്ടാവുക അല്ലെ. അതായത് 0 മുതൽ 7 വരെയാണ് എന്ത് ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ ഉണ്ടാവുക. 7 ആണെന്ത് ലാർജസ്റ്റ് സിംഗിൾ ഡിജിറ്റ്. ഇവിടെ ഓരോ ഡിജിറ്റിന്റെയും പൊസിഷൻ റെപ്രസെന്റ് ചെയ്യുക ബേസ് 8ന്റെ പവർ ആയിട്ടാണ്. ഇവിടെ എന്താണ് ഓരോ ഡിജിറ്റിന്റെയും പൊസിഷൻ റെപ്രസെന്റ് ചെയ്യുക ബേസ് 8ന്റെ പവർ ആയിട്ടാണ്. ആകെ 8 ഡിജിറ്റ്സ് ഉള്ളത് കൊണ്ട് ഒരു ഒക്ടൽ നമ്പറിനെ ബൈനറിയിൽ റെപ്രസെന്റ് ചെയ്യാൻ 3 ബിറ്റ്സേ ആവശ്യമുള്ളൂ. ഫോർ എക്സാമ്പിൾ നോക്കാം അല്ലെ, 2057 ബേസ് 8. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെയാണ് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ ഓരോ ഡിജിറ്റിനെയും 8ന്റെ പവർ ആയിട്ടാണ് എന്ത് ചെയ്യുക എഴുതുക അല്ലെ. സോ നമുക്ക് നോക്കാം 7 അല്ലേ, ഇതെന്താണ് 7 × 8⁻0 ആണ്. ദെൻ 5 അല്ലേ, 5 × 8⁻1 ആണ്. ദെൻ 0 അല്ലേ, 0 × 8⁻2 ആണ്. ദെൻ 2 അല്ലേ, 2 × 8⁻3 ആണ് അല്ലേ. സോ ഇതിന്റെ എത്ര കിട്ടും 1024 അല്ലേ, 0 ദെൻ 40 + 7 അല്ലേ. അപ്പം 1071 ബേസ് 10 നമുക്ക് ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് HTML5. HTMLന്റെ 5th റിവിഷൻ ആണെന്ത് HTML5. വെബ് ഡോക്യുമെന്റ്സ് ഡെവലപ്പ് ചെയ്ത് പ്രസന്റ് ചെയ്യാനുള്ള ഒരു മാർക്കപ്പ് ലാംഗ്വേജ് ആണെന്ത് HTML5. HTML എന്ന് പറഞ്ഞാൽ എന്താണ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. വെബ് പേജസും വെബ് ആപ്ലിക്കേഷൻസും ക്രിയേറ്റ് ചെയ്യാനാണ് എന്ത് HTML യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം അല്ലെ. ആദ്യം എന്താണ് ഡോക്യുമെന്റിന്റെ ടൈപ്പ് അല്ലെ, ഡോക് ടൈപ്പ് ടാഗ് ആണ്. ദെൻ HTML ടാഗ് ഓപ്പൺ ചെയ്യുക. ദെൻ ഹെഡ് അല്ലെ, ഹെഡ് പാർട്ട്. അപ്പൊ നമ്മളുടെ ഹെഡ് പാർട്ടിൽ വരുന്നൊക്കെ ശരിക്കും എന്താണ് നമ്മളുടെ ബാക്ക്ഗ്രൗണ്ടിലാണ് കാണാൻ പറ്റുക, നമുക്ക് നമ്മളുടെ ഡിസ്പ്ലേയിൽ അവ കാണാൻ കഴിയില്ല. ഹെഡിൽ നമുക്ക് ആദ്യം ഒരു ടൈറ്റിൽ കൊടുക്കുക അല്ലെ, അതായത് വെബ് പേജിന്റെ ടൈറ്റിൽ. അപ്പൊ ഈ ടൈറ്റിൽ കൊടുക്കുക നമുക്ക് എവിടെയാണ് കാണാൻ പറ്റുക, നമ്മളുടെ ടാബിലാണ് കാണാൻ പറ്റുക. ഇവിടെ നമുക്ക് നോക്കാം, ഒരു വെബ് ബ്രൗസറിന്റെ ടാബാണ്. അപ്പൊ ഇവിടെ നമ്മളെ ഈ ടൈറ്റിൽ കൊടുക്കുന്ന എന്താണോ അതാണ് എന്ത് ചെയ്യുക നമുക്ക് ഈ ടാബിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണാം. ദെൻ ടൈറ്റിൽ ഓപ്പൺ ചെയ്താൽ ടൈറ്റിൽ ക്ലോസ് ചെയ്യണം, ഹെഡ് ഓപ്പൺ ചെയ്താൽ അത് ക്ലോസ് ചെയ്യണം. ദെൻ നമ്മൾ ബോഡി അല്ലെ, നമ്മളുടെ വെബ് പേജ് എന്താ ഈ ഒരു വിസിബിൾ ആണ് പാർട്ടാണ് ശരിക്കും എന്ത് ബോഡി പാർട്ട്. സോ ബോഡി പാർട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അവിടെ നമ്മൾ കൊടുക്കുന്നത് എന്താണ് ഒരു ഹെഡിങ് കൊടുക്കണം അല്ലെ, റൈറ്റ് യുവർ ഫസ്റ്റ് ഹെഡിങ്. സോ ഈ ഒരു എക്സാമ്പിൾ പ്രകാരം നമ്മൾ എന്ത് ഇവിടെ കൊടുത്ത്, ഇവിടെ നമ്മൾ മൈ ഫസ്റ്റ് ഹെഡിങ് എന്ന് കൊടുത്തു അല്ലെ, മൈ ഫസ്റ്റ് ഹെഡിങ്. സോ അത് H1 കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യും, അത് ബോൾഡ് ആയിട്ട് നല്ല സൈസിൽ നമുക്ക് കാണാൻ പറ്റും. ദെൻ റൈറ്റ് യുവർ ഫസ്റ്റ് പാരഗ്രാഫ് അല്ലേ, അവിടെ ഞാൻ വെറുതെ എന്ത് ചെയ്ത് മൈ ഫസ്റ്റ് പാരഗ്രാഫ് എന്ന് കൊടുത്തു, മൈ ഫസ്റ്റ് പാരഗ്രാഫ്. അതാണ് എന്ത് ചെയ്യുക ഇവിടെ എനിക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണാൻ പറ്റുക. സോ നമ്മൾ ഒരു ഹെഡിങ്ങും കൊടുത്ത് ഒരു പാരഗ്രാഫും കൊടുത്തു അല്ലേ. സോ H1 എന്ത് ചെയ്യുക അവിടെ ക്ലോസ് ചെയ്യുക, P എന്ത് ചെയ്യുക അത് പാരഗ്രാഫിലാണ് അതും ക്ലോസ് ചെയ്യുക അല്ലേ. ദെൻ ബോഡി ഓപ്പൺ ചെയ്തുകൊണ്ട് ബോഡി ക്ലോസ് ചെയ്യുക, HTML ക്ലോസ് ചെയ്യുക. ഇതാണ് HTML5ന്റെ ഒരു എക്സാമ്പിൾ. ഇനി CSS എന്താണെന്ന് നോക്കാം. CSSന്റെ ഫുൾ ഫോം എന്താണ്, കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് എന്നാണ്. HTML എലമെന്റ്സ് എങ്ങനെ സ്ക്രീനിലും പേപ്പറിലും മറ്റ് മീഡിയകളിലും ഡിസ്പ്ലേ ചെയ്യണം എന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നത് CSS ആണ്. അതായത് വെബ് പേജിന് അട്രാക്റ്റീവ് ലുക്കും ഫോർമാറ്റിംഗ് നൽകുന്നത് CSS വഴിയാണ്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരുപാട് വർക്കും ടൈമും ഒക്കെ സേവ് ചെയ്യാൻ കഴിയും. കാരണം എന്താണ്, നമ്മൾ ഒരിക്കലും എഴുതിയ CSS കോഡ് നമുക്ക് റീയൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. ഒരു CSSന് 3 പാർട്സ് ആണ് ഉണ്ടാവുക. എന്തൊക്കെയാണ്, സെലക്ടർ, പ്രോപ്പർട്ടി, ദെൻ വാല്യൂ. നമ്മൾ സ്റ്റൈല് കൊടുക്കുന്ന എലമെന്റ് ആണെന്ത് സെലക്ടർ അല്ലെ. അതിന് എക്സാമ്പിൾ ആണെന്ത് ടേബിള്, H1 അല്ലെ, എവിടെ കൊടുത്ത H1, ദെൻ P തുടങ്ങിയ ടാഗുകളൊക്കെ. അതിനുശേഷം നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് പ്രോപ്പർട്ടിയും അതിന്റെ വാല്യൂ കൊടുത്തു അല്ലെ. അപ്പൊ കളർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണ്, അതിന് എന്ത് ബ്ലൂ എന്ന് പറഞ്ഞ വാല്യൂ കൊടുത്ത്. ദെൻ ഫോണ്ട് സൈസ് ഒരു പ്രോപ്പർട്ടിയാണ്, അതിന് 12 പിക്സൽ എന്ന ഒരു വാല്യൂ കൊടുത്ത്. ദെൻ ഓരോ ഡിക്ലറേഷൻ ശേഷം എന്ത് ചെയ്യണം, നമ്മൾ ഇവിടെ കണ്ട ഒരു സെമി കോളൻ പ്ലേസ് ചെയ്യണം. എക്സാമ്പിൾ ഇപ്പം ഒരു പാരഗ്രാഫിൽ അല്ലെ അപ്ലൈ ചെയ്യുന്ന CSS കോഡാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. സോ സെലക്ടർ ഇവിടെ എന്താണ്, അത് P ലെ പാരഗ്രാഫ് ആണ്. കളർ എന്ന പ്രോപ്പർട്ടി റെഡ് എന്ന വാല്യൂ അല്ലെ, കളറിന് റെഡ് എന്ന വാല്യൂ ആണ്. ദെൻ ടെക്സ്റ്റൈൽ എന്ന പ്രോപ്പർട്ടി സെന്റർ എന്ന വാല്യൂ. അപ്പൊ ഇത് അപ്ലൈ ചെയ്താല് പാരഗ്രാഫിലെ കളർ എന്താവും, റെഡ് ആവും. ദെൻ ടെക്സ്റ്റുകളെല്ലാം സെന്ററിലേക്ക് അലൈൻ ചെയ്യുകയും ചെയ്യും.
നെക്സ്റ്റ് ബൂളിയൻ ഐഡന്റിറ്റീസ് ഉപയോഗിച്ചിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ബൂളിയൻ എക്സ്പ്രഷൻ മിനിമൈസ് ചെയ്യുന്ന പ്രോബ്ലം ആണ്. അപ്പോൾ ഇത് കുറച്ചൊരു ലെങ്തി പ്രോബ്ലം ആണെന്ന് നമുക്ക് പറയാം. സോ മാക്സിമം ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇത് കഴിയും പോലെ എന്ത് ചെയ്യുക, നിങ്ങൾ ബൂളിയൻ ഐഡന്റിറ്റീസ് ഒക്കെ പഠിച്ചിട്ട് ഇത് ചെയ്യാൻ ശ്രമിക്കുക. എന്താ ക്വസ്റ്റ്യൻ? എഫ് ഓഫ് എ ബി സി ഈക്വൽ ടു എന്താണ്? എ കോംപ്ലിമെന്റ് ബി പ്ലസ് ബി സി കോംപ്ലിമെന്റ് പ്ലസ് ബി സി പ്ലസ് എ ബി കോംപ്ലിമെന്റ് സി കോംപ്ലിമെന്റ്. സോ നമ്മൾ ക്വസ്റ്റ്യൻ ആദ്യം എഴുതി എ കോംപ്ലിമെന്റ് ബി പ്ലസ് ബി സി കോംപ്ലിമെന്റ് പ്ലസ് ബി സി പ്ലസ് എ ബി കോംപ്ലിമെന്റ് സി കോംപ്ലിമെന്റ്. നമുക്കറിയാം അല്ലേ, ഇപ്പൊ ഐഡംപൊട്ടന്റ് ലോ പ്രകാരം ബി സി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബി സി കോംപ്ലിമെന്റ് പ്ലസ് ബി സി കോംപ്ലിമെന്റ് എന്ന് എഴുതാം. സോ നമ്മൾ ഈ ഒരു ബി സി കോംപ്ലിമെന്റ് നമ്മൾ എന്ത് എഴുതുകയാണ്? ബി സി കോംപ്ലിമെന്റ് പ്ലസ് ബി സി കോംപ്ലിമെന്റ് അല്ലേ? ഐഡംപൊട്ടന്റ് ലോ പ്രകാരം ബി സി കോംപ്ലിമെന്റ് പ്ലസ് ബി സി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ബി സി കോംപ്ലിമെന്റ് ആണ്. ഇനി ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യാം അല്ലേ? അതായത് ഈ ഒരു ബി സി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടേക്ക് എഴുതാം. സോ എ കോംപ്ലിമെന്റ് ബി പ്ലസ് ബി സി കോംപ്ലിമെന്റ് പ്ലസ് അല്ലെ, ഈ ഒരു ബി സി ഇവിടെ എഴുതി ബി സി പ്ലസ് അല്ലെ, പിന്നെന്താണ് വീണ്ടും ബി സി കോംപ്ലിമെന്റ് ഉണ്ട്, ദെൻ എ ബി കോംപ്ലിമെന്റ് സി കോംപ്ലിമെന്റ് ഉണ്ട്. ദെൻ ഇവിടെ നമുക്ക് ബി പുറത്തെടുത്തൂടെ അല്ലേ? സോ എ കോംപ്ലിമെന്റ് ബി പ്ലസ് ഈ ഒരു ബി പുറത്തെടുത്താൽ നമുക്ക് സി കോംപ്ലിമെന്റ് പ്ലസ് സി അല്ലേ, ഈ സി കോംപ്ലിമെന്റ് പ്ലസ് സി ഉണ്ടാവും പ്ലസ് അല്ലേ. ഇവിടെ എന്ത് ചെയ്യാം, നമുക്ക് സി കോംപ്ലിമെന്റ് പുറത്തെടുക്കാം. സോ സി കോംപ്ലിമെന്റ് പുറത്തെടുത്താൽ ബി പ്ലസ് എ ബി കോംപ്ലിമെന്റ് എന്ന് കിട്ടും. സോ ഇവിടെ വരെയാണ് നമുക്ക് കിട്ടിയത് അല്ലേ. ഇനി നോക്കാം, നമുക്ക് സി കോംപ്ലിമെന്റ് പ്ലസ് സി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 1 ആണ്. അതേപോലെ അബ്സോർപ്ഷൻ ലോ പ്രകാരവും ബി പ്ലസ് എ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബി പ്ലസ് എ ആണ്. സോ നമ്മളിവിടെ സി കോംപ്ലിമെന്റ് പ്ലസ് സി എന്ത് ചെയ്ത് 1 കൊടുത്തു അല്ലേ. സോ ബി ആൻഡ് 1 എന്ന് കിട്ടി. പ്ലസ് സി കോംപ്ലിമെന്റ് അല്ലേ, ബി പ്ലസ് എ ബി കോംപ്ലിമെന്റ് എന്ത് കിട്ടും? ബി പ്ലസ് എ എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ ബി ആൻഡ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും അത് ബി ആണ്. സോ നമുക്ക് ബി ആൻഡ് 1 നമുക്ക് എന്ത് ചെയ്താം? ബി എന്ന് എഴുതാം. ഇനി നോക്കുക, ഇവിടെ നമുക്ക് എന്ത് പുറത്തെടുക്കാം? ബി പുറത്തെടുത്തൂടെ. സോ ബി ഇൻറ്റു എ കോംപ്ലിമെന്റ് പ്ലസ് 1 പ്ലസ് സി കോംപ്ലിമെന്റ് ഇൻറ്റു ബി പ്ലസ് എ. ഇനി നമുക്കറിയാം അല്ലേ, എ കോംപ്ലിമെന്റ് പ്ലസ് 1 ആണ് എന്താണ്? അത് 1 ആണ്. എ കോംപ്ലിമെന്റ് പ്ലസ് 1 ആണ് 1 ആണ് അല്ലേ. സോ ബി ആൻഡ് 1 പ്ലസ് സി കോംപ്ലിമെന്റ് ഇൻറ്റു ബി പ്ലസ് എ എന്ന് കിട്ടും. ഇനി ബി ആൻഡ് 1 എന്ന് എന്താണ്? അത് ബി ആണ് അല്ലേ. സോ ബി പ്ലസ് സി കോംപ്ലിമെന്റ് ഇൻറ്റു ബി പ്ലസ് എ. സോ നമുക്കിപ്പോൾ ഇവിടെ വരെയാണ് കിട്ടിയല്ലേ, ബി പ്ലസ് സി കോംപ്ലിമെന്റ് ഇൻറ്റു ബി പ്ലസ് എ. ഇനി നോക്കുക, നമുക്ക് ജസ്റ്റ് സി കോംപ്ലിമെന്റ് ബി പ്ലസ് സി കോംപ്ലിമെന്റ് എന്ന് എഴുതി കൂടെ അല്ലേ. അപ്പൊ ബി പ്ലസ് ബി സി കോംപ്ലിമെന്റ് പ്ലസ് എ സി കോംപ്ലിമെന്റ്. ഇനി ഇതിൽ നമുക്ക് എന്ത് പുറത്തെടുക്കാം? ബി പുറത്തെടുക്കാലോ അല്ലേ. അപ്പൊ ബി ഇൻറ്റു 1 പ്ലസ് സി കോംപ്ലിമെന്റ് പ്ലസ് എ സി കോംപ്ലിമെന്റ്. 1 പ്ലസ് സി കോംപ്ലിമെന്റ് എന്താണ്? അത് 1 ആണ്. സോ ബി ആൻഡ് 1 പ്ലസ് എ സി കോംപ്ലിമെന്റ്. ഇനി നമുക്കറിയാം അല്ലേ, ബി ആൻഡ് 1 എന്താണ്? അത് ബി ആണ് പ്ലസ് എ സി കോംപ്ലിമെന്റ്. ഇതാണ് എന്ത്? ഫൈനൽ മിനിമൈസ്ഡ് ഫോം, ബി പ്ലസ് എ സി കോംപ്ലിമെന്റ്. നെക്സ്റ്റ് പ്രൈം ഓർ നോട്ട് അൽഗോരിതം അല്ലേ. സ്റ്റെപ്പ് 1 എന്താണ്? അത് സ്റ്റാർട്ട് ആണ്. സ്റ്റെപ്പ് 2 അല്ലേ, ഒരു നമ്പർ എൻ റീഡ് ചെയ്യുക. സ്റ്റെപ്പ് 3 എന്താണ്? ആ നമ്പർ എന്നിനെ n-1 മുതൽ 2 വരെ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. ദെൻ സ്റ്റെപ്പ് 4 എന്താ പറഞ്ഞത്? n-1 മുതൽ 2 വരെ ഉള്ളതിൽ ഏതെങ്കിലും നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ നമ്പർ എന്തായിരിക്കും? പ്രൈം അല്ല. ഇനി ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ അത് എന്താണ്? പ്രൈം ആണ് അല്ലേ. സോ n-1 മുതൽ അല്ലേ, n-1 മുതൽ 2 വരെ ഉള്ളതിൽ ഏതെങ്കിലും നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ നമ്പർ എന്തല്ല? പ്രൈം അല്ല. ഇനി ഡിവൈഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്താണ്? അത് പ്രൈം ആണ്. സ്റ്റെപ്പ് 6 എന്താണ്? അത് സ്റ്റോപ്പ് ആണ്. ഇനി എസ്എ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് വൺ HTML അല്ലേ. വെബ് പേജസും വെബ് ആപ്ലിക്കേഷൻസും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മാർക്കപ്പ് ലാംഗ്വേജ് ആണെന്ത്? HTML. ഹൈപ്പർ ടെക്സ്റ്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ടെക്സ്റ്റ് വിതിൻ ടെക്സ്റ്റ് ആണ് അല്ലേ. അതായത് നമ്മളിപ്പോൾ ഒരു ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യും? വേറെ ലിങ്കിലേക്ക് പോകുന്നതാണ്. ദെൻ HTML ടാഗുകളും ആ ടാഗുകളുടെ പ്രോപ്പർട്ടീസ് ആയ ആട്രിബ്യൂട്ട്സ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക? വെബ് പേജുകളൊക്കെ ഡെവലപ്പ് ചെയ്യുക. നെക്സ്റ്റ് XHTML അല്ലേ. XHTMLയുടെ ഫുൾ ഫോം എന്താണ്? എക്സ്റ്റെൻസിബിൾ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. HTMLയുടെയും എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ് ആയ XMLയുടെയൊക്കെ ഒരു മിക്സ്ചർ അല്ലേ, അല്ലെങ്കിൽ ഒരു HTMLനേക്കാളും സ്ട്രിക്റ്ററും HTMLനോട് സാമ്യമുള്ളതുമായ ലാംഗ്വേജ് ആണ് ഇത് XHTML. ഒരുവിധം
എല്ലാ മേജർ ബ്രൗസേഴ്സും XHTML സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അടുത്താണെന്ത് DHTML. DHTMLന്റെ ഫുൾ ഫോം ആണെന്ത് ഡൈനാമിക് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഡൈനാമിക് HTML ഒരു മാർക്കപ്പ് ലാംഗ്വേജോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജോ അല്ല. പക്ഷേ ഡൈനാമിക് ആൻഡ് ഇന്ററാക്റ്റീവ് വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വിവിധ വെബ് ഡെവലപ്മെന്റ്സ് ടെക്നോളജീസുകൾ കമ്പൈൻ ചെയ്ത ടേമാണെന്ത് ഡൈനാമിക് HTML. ഡൈനാമിക് അതുപോലെ തന്നെ ഇന്ററാക്റ്റീവ് വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വിവിധ വെബ് ഡെവലപ്മെന്റ് ടെക്നോളജീസുകൾ കമ്പൈൻ ചെയ്ത ഒരു ടേമാണ് ശരിക്കും ഡൈനാമിക് HTML. ദെൻ ഈ എസ്സേയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ HTTP ആണ്. വേൾഡ് വൈഡ് വെബിന്റെ സ്മൂത്ത് വർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോകോൾ ആണത് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഒരു ക്ലയന്റ് സെർവർ മോഡലിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുക ഇത് വർക്ക് ചെയ്യുക. ഇവിടുത്തെ ക്ലയന്റായ വെബ് ബ്രൗസറും നമ്മുടെയൊക്കെ വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്ത വെബ് സെർവർ ആയിട്ടാണ് എന്ത് ചെയ്യുക കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ക്ലയന്റ് എന്ത് ചെയ്യും HTTP റിക്വസ്റ്റ് അയക്കും. എന്നാൽ സെർവർ എന്ത് ചെയ്യും ആ റിക്വസ്റ്റ് പ്രോസസ് ചെയ്തിട്ട് എന്ത് ചെയ്യും റെസ്പോൺസ് തിരിച്ചയക്കും. അതായത് ഇവിടുന്ന് വെബ് പേജ് റിക്വസ്റ്റ് ചെയ്യും, ആ വെബ് പേജിന് എന്ത് ചെയ്യും സെർവർ ഇങ്ങോട്ടേക്ക് തിരിച്ച് അയക്കും. ഇതാണ് ഒരു എസ്സേ ക്വസ്റ്റ്യൻ. അടുത്ത എസ്സേ ക്വസ്റ്റ്യൻ നമുക്ക് കാർനോഫ് മാപ്പ് വെച്ചിട്ടുള്ള സിംപ്ലിഫിക്കേഷൻ ആണ്. സോ ഫസ്റ്റ് നമുക്ക് കാണാനുള്ളത് മിൻ ടേം അല്ലേ. മിൻ ടേം എന്ന് പറയുമ്പോൾ സം ഓഫ് പ്രൊഡക്റ്റ് SOP ആണ് അല്ലേ. SOP എന്ത് ചെയ്യും തന്നിരിക്കുന്നതിനെ നമ്മൾ 1 വെച്ച് ഫില്ല് ചെയ്യും അല്ലേ. സോ A കോംപ്ലിമെന്റ് B കോംപ്ലിമെന്റ് C കോംപ്ലിമെന്റ് D കോംപ്ലിമെന്റ് അത് 1 അല്ലേ, അത് ഇവിടെ നമ്മൾ ഫില്ല് ചെയ്ത് ദെൻ A കോംപ്ലിമെന്റ് B കോംപ്ലിമെന്റ് C D കോംപ്ലിമെന്റ് അല്ലേ. A കോംപ്ലിമെന്റ് B കോംപ്ലിമെന്റ് C D കോംപ്ലിമെന്റ് അല്ലേ 1 വെച്ച് ഫില്ല് ചെയ്ത് അങ്ങനെ ഈ 8 ടേമിന് എന്ത് ചെയ്യുക 1 വെച്ച് ഫില്ല് ചെയ്യുക. സോ 8 ടേമിന് നമ്മൾ 1 വെച്ച് ഫില്ല് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക നമ്മൾ അതിന്റെ പെയർ കണ്ടുപിടിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക അതിനെ പെയർ ചെയ്യുക അല്ലേ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യുക 4 1 വെച്ചിട്ട് പെയർ ചെയ്യുക. ഇവിടെ എന്ത് ചെയ്യുക നമുക്ക് കോർണർ വെച്ചിട്ട് എന്ത് ചെയ്യുക പെയർ ചെയ്യുക. ഇനിയിപ്പോൾ ഒരു 1 ഇല്ലെങ്കിലും എന്ത് ചെയ്യുക നമുക്ക് 0 വെച്ചിട്ട് എന്ത് ചെയ്യുക പെയർ ചെയ്യാം. ഇനി നമുക്ക് സിംപ്ലിഫിക്കേഷൻ ആണ് വരുന്നത്. ആദ്യം അല്ലേ നമുക്ക് ഈ ഒരു സ്ക്വയർ എടുത്ത് നോക്കാം. അപ്പോൾ ഈ ഒരു സ്ക്വയറിൽ അല്ലേ ആദ്യം നമുക്ക് ഇവിടെ 0യും ഇവിടെ നമുക്ക് 0യും ഇവിടെ 1ഉം ആണ്. സോ 0യും 1 വരുമ്പോൾ എന്താവും അത് ക്യാൻസൽ ആവും. ദെൻ 1ഉം 1ഉം അല്ലേ 1ഉം 1 വരുമ്പോൾ എന്താണ് അത് B ആണ്. സോ നമുക്ക് B എടുക്കാം. ദെൻ അടുത്തത് നോക്കാം അല്ലേ. അടുത്ത എന്താണ് ഇവിടെയാണ് വരിക അല്ലേ. അപ്പൊ ഇവിടെ 0യും 1ഉം അത് ക്യാൻസൽ ആയി. ദെൻ 1ഉം 1ഉം അല്ലേ 1 1 വരുന്നതാണ് D ആണ്. സോ B D അല്ലേ. ദെൻ ഇതെന്താണ് മിൻ ടേം ആണ്. മിൻ ടേം ആകുമ്പോൾ എന്താണ് സമ്മ പ്രൊഡക്റ്റ് അല്ലേ പ്രൊഡക്റ്റിന്റെ സമ്മ്. സോ BD പ്ലസ്. ഇനി അടുത്ത് നോക്കാം അല്ലേ നമുക്ക് കോർണർ എടുത്ത് നോക്കാം. സോ ആദ്യം എന്ത് ചെയ്യുക ഈ ഒരു കോളം വൈസ് നോക്കാം. അപ്പൊ കോളം വൈസ് നോക്കുമ്പോൾ ആദ്യം അല്ലേ 0യും 1ഉം അത് ക്യാൻസൽ ആയി. ദെൻ 0യും ഉണ്ട് 0യും ഉണ്ട്. അപ്പൊ 0യും 0യും വരുമ്പോൾ എന്താണ് അത് B കോംപ്ലിമെന്റ് ആണ് അല്ലേ B കോംപ്ലിമെന്റ്. ദെൻ ഈ ഒരു റോ വൈസ് നോക്കാം. ഇവിടെ ഇപ്പൊ എന്താണ് 0യും 1ഉം അല്ലേ അത് ക്യാൻസൽ ആയി. ദെൻ 0യും 0യും അല്ലേ അപ്പൊ എന്താണത് D കോംപ്ലിമെന്റ് ആണ്. സോ D കോംപ്ലിമെന്റ്. സോ BD പ്ലസ് B കോംപ്ലിമെന്റ് D കോംപ്ലിമെന്റ് ഇതാണെന്ത് സിംപ്ലിഫൈഡ് എക്സ്പ്രഷൻ. സോ ഇത് മനസ്സിലാവണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ ചെയ്ത ക്ലാസ് ഒന്ന് ആദ്യം പോയി കാണാം. ആ ക്യാമാപ്പിന്റെ ക്ലാസ് വിശദമായിട്ട് പഠിച്ചാൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇവിടെ ഞാനൊരു ബ്രീഫായിട്ട് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. നമ്മളുടെ പ്ലേലിസ്റ്റ് പോവുക, ക്യാമാപ്പിന്റെ കറക്റ്റ് ക്ലാസ് കാണുക, കണ്ടതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ് എന്താണ് മാക്സ് ടേം ആണ് അല്ലേ. അപ്പൊ മാക്സ് ടേം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് പോസ് അല്ലേ പ്രൊഡക്റ്റ് ഓഫ് സം ആണ്. സോ അവിടെ നമ്മൾ എന്താണ് നേരത്തെ നമ്മൾ SOPന്റെ കേസിൽ 1 വെച്ചാണ് ഫില്ല് ചെയ്യുന്നതെങ്കിൽ ഇവിടെ 0 വെച്ചാണ് ഫില്ല് ചെയ്യുക. ആദ്യം നമുക്ക് ഈ ഓരോ ടേം എഴുതി നോക്കാം അല്ലേ. അപ്പൊ ഇവിടെ എന്താ ശരിക്കും വരുന്നത് ഇത് C+D ആണ്. C+D ആണ്. ഇതെന്താണ് ശരിക്കും വരുന്നത് C+D കോംപ്ലിമെന്റ് ആണ്. C+D കോംപ്ലിമെന്റ്. ദെൻ C കോംപ്ലിമെന്റ് പ്ലസ് D കോംപ്ലിമെന്റ്. ദെൻ എന്താണ് C കോംപ്ലിമെന്റ് പ്ലസ് D ആണ്. ഇതെന്താണ് വരിക A+B വരും. ഇത് A+P കോംപ്ലിമെന്റ് വരും. ഇതെന്താണ് വരുന്നത് A കോംപ്ലിമെന്റ് പ്ലസ് B കോംപ്ലിമെന്റ് വരും. ഇതെന്താണ് വരുന്നത് ഇത് A കോംപ്ലിമെന്റ് പ്ലസ് B ആണ് അല്ലേ. സോ നമുക്ക് ആദ്യത്തെ നോക്കാം. സോ ഈ ഒരു പെയർ എടുക്കുകയാണെങ്കിൽ അല്ലേ അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ സിയും സിയും അല്ലേ. ദെൻ ഡിയും D കോംപ്ലിമെന്റ് ഇവിടെ ക്യാൻസൽ ആയി പോകും. സോ ഇവിടെ നമുക്ക് C ആണ് വരിക. സോ C പ്ലസ് അല്ലേ. ദെൻ ഇവിടെ നോക്കാം ഇവിടെ നമുക്ക് ക്യാൻസൽ ആവല്ല. അപ്പോൾ എന്താണ് A കോംപ്ലിമെന്റ് പ്ലസ് B കോംപ്ലിമെന്റ് ആണ്. സോ C പ്ലസ് A കോംപ്ലിമെന്റ് പ്ലസ്
ബി കോംപ്ലിമെന്റ്. ദെൻ അടുത്ത പെയർ എടുക്കല്ലേ, ഈ ഒരു പെയർ എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് നോക്കാം സിയും സി കോംപ്ലിമെന്റും ക്യാൻസൽ ആയി അല്ലേ. പിന്നെ ഡി കോംപ്ലിമെന്റ് ഉള്ളത്. സോ ഡി കോംപ്ലിമെന്റ് പ്ലസ് ഇവിടെ എന്താണ് നമുക്ക് ഒന്നും പോവല്ല. സോ എ പ്ലസ് ബി കോംപ്ലിമെന്റ്, എ പ്ലസ് ബി കോംപ്ലിമെന്റ്. ദെൻ തേർഡ് പെയർ എടുക്കാം. ഇവിടെ എന്താണ് സി കോംപ്ലിമെന്റ് അല്ലേ. ദെൻ ഡി കോംപ്ലിമെന്റ് ഡിയും ക്യാൻസൽ ആവും. സി കോംപ്ലിമെന്റ് അല്ലേ. അപ്പോൾ സി കോംപ്ലിമെന്റ് പ്ലസ് അല്ലേ. ഇവിടെ എന്താണ് 0 0 ആണ്. സോ എ പ്ലസ് ബി ആണ്. സോ സി കോംപ്ലിമെന്റ് പ്ലസ് എ പ്ലസ് ബി ആണ്. ദെൻ ഈ ഒരു പെയർ എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്താ വരുന്നത് നോക്കാം. ഇവിടെ എ കോംപ്ലിമെന്റ് ബി കോംപ്ലിമെന്റും ബിയും എന്താവും ക്യാൻസൽ ആവും. സോ എ കോംപ്ലിമെന്റ് വരും. എ കോംപ്ലിമെന്റ് പ്ലസ് അല്ലേ. ഇവിടെ എന്താണ് സി കോംപ്ലിമെന്റ് പ്ലസ് ഡി ആണ്. ഇനിയില്ലേ ഇതിലൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പ്രൊഡക്റ്റ് ചെയ്യുക. ഇത്രയും ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഷോർട്ട് എസ്സേലും ലോങ് എസ്സേലും ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിന്റെ വിജയാശംസകൾ.